പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിൻഡോസ് ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നോ മെമ്മറി കാർഡിൽ നിന്നോ പെൻഡ്രൈവിൽ നിന്നോ ഒക്കെ ഡിലീറ്റ് ആയി പോകുന്ന ഫോട്ടോസും വീഡിയോസും മറ്റ് ഡോക്യുമെന്റ്സും ഒക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ടെനോർ ഷെയറിന്റെ ഒരു വിൻഡോസ് ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ആണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ റിക്കവറി ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗപ്പെട്ടില്ലെങ്കിലും ഏതെങ്കിലും സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെ ഇതിലൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളുടെ ആവശ്യം കൂടി വരികയാണ്. അതിന് കാരണം ഇന്ന് നമ്മുടെ വിലപ്പെട്ട ഡേറ്റകൾ സേവ് ചെയ്യുന്നത് മെമ്മറി കാർഡിലും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലും അല്ലെങ്കിൽ പെൻഡ്രൈവ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറേജ് സ്പേസിലാണ്. ഈ സ്റ്റോറേജ് ഒക്കെ ഏത് സമയത്തും ഡാമേജ് ആകാനും കറപ്റ്റഡ് ആകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ, നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതും എങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടെനോർ ഷെയറിന്റെ വിൻഡോസ് ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസിന് വേണ്ടിയും അതേപോലെ തന്നെ മാക്കിന് വേണ്ടിയും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫ്രീ വേർഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബൈ ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പെയ്ഡ് വേർഷൻ ബൈ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫ്രീ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫയൽ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എക്സ്റ്റേണൽ ഡ്രൈവ് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ്, റീസൈക്കിൾ, പിന്നെ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഫോൾഡറിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഡ്രൈവിൽ നിന്നാണോ ഫയലുകൾ ഡിലീറ്റ് ആയത് റിക്കവർ ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ ഈ ഒരു ഡ്രൈവ്. ഇതിനുള്ളിൽ കുറച്ചധികം ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിനുള്ളിൽ ഈ ഒരു ഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്, ജി ഡ്രൈവ്. ഇതേ ഡ്രൈവിലെ ഫോട്ടോസാണ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യെസ് കൊടുത്തു. എല്ലാ ഫോട്ടോസും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഡ്രൈവിൽ ഇനിയും ഫോട്ടോസ് ഒന്നും തന്നെ ഇല്ല, ഫുൾ കാലിയാണ്. അപ്പോൾ ഇതിലുള്ളിലുണ്ടായിരുന്ന ഡിലീറ്റായി പോയ ഫോട്ടോസാണ് നമ്മളിനി റിക്കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് വരിക. സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്ക് ഏത് ഡ്രൈവിൽ നിന്നാണ് ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ജി ഡ്രൈവ് സെലക്ട് ചെയ്തു. അതായത് നമ്മൾ എക്സ്റ്റേണലി കളക്ട് ചെയ്തിരിക്കുന്ന ഡ്രൈവാണ്. അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2% ആയിട്ടുണ്ട്. കുറച്ചധികം സമയം എടുക്കും. നമ്മൾ ഡിലീറ്റായി പോയ ഫയലുകളുടെ സൈസിനും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിക്കും അനുസരിച്ച് അത്രയും ടൈം എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ സ്കാനിങ് നടക്കുന്നത്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഫയലുകൾ ഇവിടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഫയലുകൾ വന്നതിന് ശേഷം നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡിലീറ്റ് ആയ ഫയലുകൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫയൽ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഓൾ ഫയൽ 505 ഫയലുകൾ ഇവിടെ ഏകദേശം സ്കാനിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് 216 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. 64% ആയിട്ടേ ഉള്ളൂ. വീഡിയോസും 232 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. നമ്മുടെ ഫോട്ടോസ് വല്ലതും ഇവിടെ റിക്കവർ ആകാൻ പരുവത്തിനുണ്ടോ എന്ന്. നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഇവിടെ സ്കാനിങ്ങിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ മറ്റ് ഫോട്ടോസ് കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാണ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. ഇവിടെ ഈ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റിൽ ഡിലീറ്റ് ആയ ഫോട്ടോസൊക്കെ തന്നെ ടോപ്പിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് ഫാസ്റ്റായിട്ടുള്ള റിക്കവറിയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ. ഇവിടെ 70% ആയിട്ടുണ്ട്. മാക്സിമം ഫോട്ടോസും വീഡിയോസും ഇവിടെ റിക്കവർ ആവുന്നുണ്ട്. വീഡിയോ സെക്ഷനിൽ 232 വീഡിയോസ് ഇവിടെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. 1.6 GB ഫയൽ സൈസുള്ള
വീഡിയോസ് ഇവിടെ റിക്കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4.2 GB ഉള്ള ഫയലുകൾ ഇവിടെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഏകദേശം ഇവിടെ സ്കാനിങ്ങിൽ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു സ്കാനിങ് പ്രോസസ്സ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ സ്കാനിങ്ങിൽ വന്നിട്ടുള്ള ഫോട്ടോസ് മാത്രമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാം. ഇവിടെ കുറേ ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റിക്കവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിക്കവറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി ഇത് ഏത് ഫോൾഡറിലേക്കാണ് ഈ ഫയലുകൾ റിക്കവർ ചെയ്ത് എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് EOS ഡിജിറ്റൽ G ഡ്രൈവിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. DCIM എന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ 111 എന്ന് പേരും കൊടുക്കുകയാണ്. 111 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം റിക്കവർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയലുകൾ റിക്കവർ ചെയ്യുകയാണ്. നമ്മളിവിടെ വീഡിയോസ് അല്ല ഇമേജസ് ആണ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിക്കവറി ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ വീണ്ടും മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിക്കൊണ്ട് ഈ ഒരു ഫോൾഡറിനുള്ളിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ആക്കിയാണ്. ഇതിനുള്ളിൽ ഒരു സബ് ഫോൾഡർ ഉണ്ട്. ഓൾ ഫയൽസ്, ഫോട്ടോസ്, JPG അങ്ങനെ പല ഫോൾഡറുകളായിട്ട് വന്നിട്ടാണ് നമ്മുടെ റിക്കവർ ആയ ഫയലുകൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നോക്കുക, ഒരുമാതിരിപ്പെട്ട ഫയലുകൾ മൊത്തം തന്നെ റിക്കവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കുക. ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഫോട്ടോസ് എല്ലാം തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ നോക്കുക, ഹൈ ക്വാളിറ്റി ഫോട്ടോയാണ്. അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് എല്ലാം തന്നെ റിക്കവറായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ടെനോർഷെയറിൻ്റെ ഈ ഒരു ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ആയ ഫോട്ടോസ് ഞാൻ റിക്കവർ ചെയ്തതെന്ന്. ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആ ഫോട്ടോ ഏത് ക്വാളിറ്റിയിലായിരുന്നോ അതേ ക്വാളിറ്റിയിൽ തന്നെ ഫോട്ടോസ് എനിക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസും മറ്റ് ഡോക്യുമെൻറ്റ്സും ഒക്കെ തന്നെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്കുകളിലൂടെ അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റുകളിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.